Hello. Hello. Good evening. Good evening to everyone. Can you hear me? ഞാൻ പറഞ്ഞത് കേൾക്കാനുണ്ടോ? കേൾക്കാനുണ്ടെങ്കിൽ അത് ടെക്സ്റ്റ് ചെയ്യൂ. യെസ് ആണെങ്കിൽ വൈ, നോ ആണെങ്കിൽ എൻ. കേൾക്കാവോ? യെസ്. ഓക്കെ 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 അപ്പോൾ നമുക്ക് ലൈവ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഏകദേശം ഒരു എക്സാമിന് മുന്നായിട്ട് 6-7 ദിവസം ലൈവ് സ്ട്രീം ഉണ്ടായിരിക്കും, 1.5 മണിക്കൂർ. ഇന്ന് നമ്മുടെ ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ഉപകരിക്കുന്ന എല്ലാ ടൈപ്പ് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുക എല്ലാ ചാപ്റ്ററിലെയും എന്നത് മാത്രമാണ് ഈ ലൈവിൻ്റെ ഉദ്ദേശം. മാത്തമാറ്റിക്സിലെ എല്ലാ ചാപ്റ്ററിലെയും ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ്, ഡിഫിക്കൽട്ട് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യും. ലൈവ് സെഷൻ എല്ലാ ദിവസവും 8:30 ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ഇന്ന് ഫസ്റ്റ് ഡേ ആയതിനെ കൊണ്ട് 8:30 to 9:30 ഉണ്ടാവുള്ളൂ. ബട്ട് അത് കഴിഞ്ഞാൽ പിന്നെ 8:30 to 10 ആയിരിക്കും ക്ലാസ് ടൈം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണത്, നിങ്ങൾക്ക് എപ്പോഴും എത്ര പഠിച്ചാലും വീണ്ടും വീണ്ടും കൺഫ്യൂഷൻ വരുന്ന ചാപ്റ്ററാണ് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. എല്ലാവരും എപ്പോഴും ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. പക്ഷെ അത് വളരെ എന്താ പറയുക, പാൽപ്പായസം പോലെ സിമ്പിളാണ് ആ ചാപ്റ്റർ ആക്ച്വലി. അപ്പോൾ നമ്മൾ ആ ചാപ്റ്ററിനെ ഒന്നുകൂടെ പാൽപ്പായസാക്കാൻ പോവുകയാണ്. ലിമിറ്റ്സിലെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പം എന്താണ് ഈ ക്ലാസ് വെറും എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. തിയറി കംപ്ലീറ്റ് ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യില്ല. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യാം അതിനാവശ്യമായ തിയറി മാത്രമേ പറഞ്ഞു പോവുള്ളൂ. കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനില്ല. അപ്പോൾ ലിമിറ്റ് എന്താണ്? ലിമിറ്റ് എപ്പോഴാണ് ഒരു പോയിന്റിലെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാം? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു പോയിന്റിലെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ആ പോയിന്റിലെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആവണം. അപ്പം രണ്ട് ടേംസ് വന്നു. എന്താണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്, എന്താണ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ്? അതും നിങ്ങൾ പഠിച്ചതാണ്. ഫോർ എക്സാമ്പിൾ, എക്സ് ഈക്വൽ ടു എ. എക്സ് ഈക്വൽ ടു എ എന്ന പോയിന്റിലെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്താണ്? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എക്സ് ഈക്വൽ ടു എ എന്ന പോയിന്റിലെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നമ്മൾ ഇങ്ങനെ എഴുതുക, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ്. ഇതാണ് എക്സ് ഈക്വൽ ടു എ എന്ന പോയിന്റിലെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്. അപ്പൊ എന്താണ് എക്സ് ഈക്വൽ ടു എ എന്ന പോയിന്റിലെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ്? റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ്. അപ്പം ഇതാണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്, ഇതാണ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എക്സ് ഈക്വൽ ടു എ എന്ന പോയിന്റിലെ. If the left hand limit and right hand limit at a point are equal, then we can say that limit at that point exists. ഒരു പോയിന്റിലെ ഒരു ഫംഗ്ഷന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ആ പോയിന്റിലെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആവണം. So we can say if limit x tends to a minus f of x is equal to limit x tends to a plus f of x, then we can say that limit x tends to a f of x exists. അപ്പം ലിമിറ്റ് x tends to a f of x എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ലിമിറ്റ് x tends to a minus f of x ഉം ലിമിറ്റ് x tends to a plus f of x ഉം ഈക്വൽ ആവണം. ഇതാണ് ലിമിറ്റിന്റെ കോൺസെപ്റ്റ്. ഇനി എങ്ങനെ ഒരു ഫംഗ്ഷന്റെ ലിമിറ്റ് കണ്ടുപിടിക്കും? ലിമിറ്റ് കണ്ടുപിടിക്കാൻ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ചെയ്യാം? ആക്ച്വലി ഒരു ഫംഗ്ഷന്റെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് 3 മെത്തേഡ്സ് ആണുള്ളത്. There are 3 methods to find a limit. അതിൽ ഒന്നാമത്തെ മെത്തേഡാണ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ച് ചെയ്യാനുള്ള 2-3 ക്വസ്റ്റ്യൻസ് ഞാൻ ആദ്യം പറയാം. Note it down. Find the following limits. എഴുതിക്കോളൂ. Find
the following limits. Find the following limits. Question 1. Another question. Limit x tends to 2 x square minus 4. Limit x tends to 2 x square minus 4. Limit x tends to 2 x square minus 4 കാണണം. അപ്പം we know നമുക്കറിയാം x tends to 2 എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും x equal to 2 അല്ല. x tends to 2 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം x ന്റെ വാല്യൂ 2 നെ അപ്രോച്ച് ചെയ്യാനാണ്. x ന്റെ വാല്യൂ 2 ന്റെ വളരെ അടുത്തതാണ്. x tends to 2 എന്ന് പറഞ്ഞാൽ x equal to 2 അല്ല, x ന്റെ വാല്യൂ 2 ന്റെ വളരെ അടുത്ത്. അപ്പം ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ വഴി ഈ ലിമിറ്റ് കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? x tends to 2 ആണ്. അപ്പോൾ നിങ്ങൾ ഫംഗ്ഷനിലെ x ന് 2 കൊടുക്കുക ഡയറക്റ്റ്. അപ്പോൾ ആൻസർ കിട്ടും 2 square minus 4 and it is 2 square 4 minus 4 and that's equal to 0. First question answer is limit x tends to 2 x square minus 4 ന്റെ ആൻസർ 0 ആണ്. 0. Next question. Second question. Limit x tends to 3 x square plus 1 divided by x plus 1. Limit x tends to 3 x square plus 1 divided by x plus 1. Direct x ന് 3 കൊടുക്കുന്നു. x ന് 3 കൊടുക്കുമ്പോൾ ന്യൂമറേറ്റർ 3 square plus 1 ആവും. ഡിനോമിനേറ്റർ 3 plus 1 ആവും. 3 square 9, 9 plus 1 is 10 divided by 3 plus 1 4 and it is 5 by 2 എന്ന് കിട്ടും. 5 by 2. അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻ ഓക്കേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എൻ്റെ കൂടെ സ്പീഡിൽ എഴുതി വരണം. കോൺസെപ്റ്റ് ക്ലിയർ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ അഗൈൻ ടൈപ്പ് ചെയ്യണം കേട്ടോ. വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ ടൈപ്പ് ചെയ്യണം. അപ്പോൾ ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യും, ശരിക്കും ശ്രദ്ധിക്കുക. തേർഡ് ക്വസ്റ്റ്യൻ. ലിമിറ്റ് x tends to pi by 4 tan x. Limit x tends to pi by 4 tan x. എങ്ങനെയാണ് ലിമിറ്റ് x tends to pi by 4 tan x കാണാം? There is substitution. x ന് pi by 4 കൊടുക്കണം. അപ്പോൾ tan pi by 4. The value of tan pi by 4 is 1. The value of tan pi by 4 is 1. Next question. Limit x tends to 1 x minus 1 divided by x plus 5. Limit x tends to 1 x minus 1 divided by x plus 5. എങ്ങനെ ചെയ്യാം? Again there is substitution. x tends to 1 ആണ്. x ന് 1 substitute ചെയ്യുമ്പോൾ 1 minus 1 divided by 1 plus 5. That is 0 divided by 6. 0 by 6 is 0. ഇതാണ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ. എങ്ങനെയാണ് നമ്മൾ ലിമിറ്റ് കണ്ടുപിടിക്കുക, ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ കാണുക? എങ്ങനെ? Not the next question. Next question. Limit x tends to 5 x square minus 25 divided by x minus 5. ഞാൻ പറയുന്നത് ക്ലിയർ കുറവുണ്ടോ? സൗണ്ട് ക്ലിയർ കുറവുണ്ടോ അതോ ബോർഡ് ക്ലിയർ കുറവുണ്ടോ? ബോർഡ് ക്ലിയർ ആണോ? ഒന്ന് എസ് നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല, ഒന്ന് ടൈപ്പ് ചെയ്യും യെസ് ഓർ നോ. ബോർഡ് ക്ലിയർ ആണോ അല്ലയോ? എക്സ്ക്യൂസ് മീ, ബോർഡ് ക്ലിയർ ആണോ അല്ലയോ? ബോർഡ് ക്ലിയർ അല്ല, ഒട്ടും ക്ലിയർ അല്ല. ഒന്നുകൂടെ ക്ലിയർ വേണം. യെസ് ക്ലിയർ ആണ് സർ. അപ്പം എനിക്ക് തോന്നുന്നത് ചില സ്ഥലത്ത് എന്താ പറയുക റേഞ്ച് കുറവുള്ളതിനെ കൊണ്ട് ചിലപ്പം എന്താ പറയുക ക്ലിയർ കുറവുണ്ടായിരിക്കും. ഒന്ന് റേഞ്ച് ഉള്ളിടത്ത് ഇരുന്നിട്ടോ. ഈ യെസ് എന്ന് പറയുന്നത് റേഞ്ച് ഉണ്ട് എന്നാണ് ഉദ്ദേശിച്ചത്. റേഞ്ച് ക്ലിയർ ആണല്ലോ അല്ലേ? ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ യെസ്. അപ്പം ഇവിടെ ലിമിറ്റ് x tends to 5 x square minus 25 divided by x minus 5. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് x ന് 5 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ x ന് 5 കൊടുത്താൽ 5 സ്ക്വയർ 25 ആണ്. 25 minus 25 0. ന്യൂമറേറ്റർ 0 എന്ന് വരും.
ഡിനോമിനേറ്റർ എക്സിന് 5 കൊടുത്താൽ 5 മൈനസ് 5 0 എന്ന് വരും. അപ്പൊ നമുക്ക് ആൻസർ കിട്ടുന്നത് 0/0 ആണ്. 0/0. 0/0ന്റെ ആൻസർ സൗണ്ട് കുറവാണ്. നല്ലോണം കുറവാണോ? സൗണ്ട് ഉണ്ട്, ആയിക്കോട്ടെ, സൗണ്ട് ഉണ്ട്. യെസ്. അപ്പൊ ശരി. അപ്പം ഇതിന്റെ ആൻസർ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0/0 ആണ് വരുന്നത്. 0/0 ആണ് വരുന്നത്. അപ്പൊ 0/0 നമ്മൾ ഇൻഡിറ്റർമിനേറ്റ് ഫോം എന്നാ പറയാ. ഇൻഡിറ്റർമിനേറ്റ് ഫോം. അപ്പൊ നമ്മൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആൻസർ 0/0 ആണ് വരുന്നതെങ്കിൽ, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആൻസർ 0/0 ആണ് വരുന്നതെങ്കിൽ ഉത്തരം അതേപോലെ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ആൻസർ 0 കിട്ടും. സോറി, ആൻസർ അല്ല, മാർക്ക് 0 കിട്ടും. അപ്പം ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0/0 ആണ് ആൻസർ വരുന്നതെങ്കിൽ നമ്മൾ ചെയ്യുന്നത്, അപ്പം നമ്മൾ ചിന്തിക്കുന്നത് വെച്ചാല് നമ്മൾ ഈ ഫംഗ്ഷന്റെ ലിമിറ്റ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ കാണാൻ പറ്റില്ല എന്നാണ്. അപ്പൊ നമ്മുടെ ലിമിറ്റ് കണ്ടുപിടിക്കാനുള്ള നെക്സ്റ്റ് മെത്തേഡിനെ പറ്റി ചിന്തിക്കാൻ കാരണം ഇവിടെ ആൻസർ 0/0 വന്നതുകൊണ്ടാണ്. അപ്പൊ ഞാൻ രണ്ടാമത്തെ മെത്തേഡ് പറയാണ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0/0 വരികയാണെങ്കിൽ ലിമിറ്റ് കണ്ടുപിടിക്കാൻ അടുത്ത മെത്തേഡിലേക്ക് പോകണം. ആ മെത്തേഡ് അഞ്ച് പറയാൻ പോകുന്നത്. ആ മെത്തേഡ് ഫാക്ടറൈസേഷൻ മെത്തേഡാണ്. നമ്മൾ ഫാക്ടറൈസ് ചെയ്യാം, തന്നിരിക്കുന്ന ഫംഗ്ഷനെ ഫാക്ടറൈസ് ചെയ്യാം. നമുക്ക് അതെങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം? ഇതിലേക്ക് എഴുതാം ലിമിറ്റ് x ടെൻഡ്സ് ടു 5. ശ്രദ്ധിച്ചോളൂ, x സ്ക്വയർ മൈനസ് 25. എടോ, x സ്ക്വയർ മൈനസ് 25 എന്ന് പറഞ്ഞാൽ 5 സ്ക്വയർ ആണ്. x സ്ക്വയർ മൈനസ് 5 സ്ക്വയർ. നോക്കാം, ഇത് a സ്ക്വയർ മൈനസ് b സ്ക്വയർ എന്ന ഫോർമുല. a സ്ക്വയർ മൈനസ് b സ്ക്വയർ എന്താ? a സ്ക്വയർ മൈനസ് b സ്ക്വയർ a പ്ലസ് b ഇൻറ്റു a മൈനസ് b. അപ്പൊ x സ്ക്വയർ മൈനസ് 5 സ്ക്വയർ നമുക്ക് എഴുതാം x പ്ലസ് 5 ഇൻറ്റു x മൈനസ് 5 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ x മൈനസ് 5. അപ്പൊ നമുക്ക് ഈ x മൈനസ് 5 ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ കട്ട് ചെയ്യാം. ബാക്കി നമുക്ക് വരും ലിമിറ്റ് x ടെൻഡ്സ് ടു 5 x പ്ലസ് 5 കിട്ടും. ഇനി ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. x ടെൻഡ്സ് ടു 5 ആണ്. x ന് 5 കൊടുക്കുമ്പോൾ 5 പ്ലസ് 5 and that's equal to 10. Clear? Is it clear? ആരൊന്നും മിണ്ടുന്നില്ല. കുട്ടികൾ 9 മണിയായപ്പോഴേക്കും ഉറക്കെ പറഞ്ഞു. യെസ്, സ്നേഹ പറഞ്ഞു. ക്ലിയർ. യെസ്. Okay. Very good. Then the next question. Limit x tends to 1, x square minus 5x plus 4 divided by x square minus 10x plus 9. Limit x tends to 1, x square minus 5x plus 4 divided by x square minus 10x plus 9. ലിമിറ്റ് കാണണം. അപ്പൊ നമ്മൾ x ഡയറക്റ്റ് x tends to 1 ആണ്. x ന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ x സ്ക്വയർ 1 സ്ക്വയർ 1 plus 4 5 into 1 5. So 5 minus 5 0 കിട്ടും. ന്യൂമറേറ്റർ 0. താഴെ x ന് 1 കൊടുത്താൽ 1 സ്ക്വയർ 1 plus 9 10 minus 10 into 1 10 minus 10 0. അപ്പോൾ ഡയറക്റ്റ് x ന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0/0 ആണ് വരുന്നത്. 0/0. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 0/0 ആൻസർ എഴുതാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമോ നോക്കണം. ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. ദിസ് ഈക്വൽ ടു ലിമിറ്റ് x tends to 1 x square minus 5x plus 4. നോക്കൂ, ഇവിടുത്തെ ഇങ്ങനത്തെ ഒരു ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ, ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിനെ ഫാക്ടറൈസ് ചെയ്യാൻ യു ഹാവ് ലേൺ ഓൾറെഡി, മുന്നേ പഠിച്ചിട്ടുണ്ട്. ഇതിനെ എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം? നോക്കൂ, ഇവിടെ x ന്റെ കോഎഫിഷ്യന്റ് -5 ആണ്. x ന്റെ കോഎഫിഷ്യന്റ് -5, കോൺസ്റ്റന്റ് ടേം +4. ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ഫാക്ടേഴ്സ് ആണ് കിട്ടുക. ആ രണ്ട് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ നമുക്ക് രണ്ട് നമ്പേഴ്സ് കിട്ടിയാൽ മതി. ആ രണ്ട് നമ്പേഴ്സിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ? സമ്മ -5 ആവണം, പ്രൊഡക്റ്റ് +4 ആവണം. സമ്മ -5 പ്രൊഡക്റ്റ് +4.
Sum minus 5 product plus 4 വരുന്ന numbers minus 1 minus 4 ആണ്. നോക്കൂ, രണ്ടും കൂടി ആഡ് ചെയ്താൽ minus 5 കിട്ടും, രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ plus 4 കിട്ടും. minus 1 minus 4. അപ്പോൾ factors x minus 1 x minus 4 എന്നാണ് കിട്ടുക. അപ്പോൾ എഴുതി x minus 1 into x minus 4. Numerator factors x minus 1 into x minus 4 divided by denominator factors here. X square minus 10x plus 10 ആണ്. X square minus 10x plus 10. Factors ചെയ്യാം. X ന്റെ coefficient minus 10, x ന്റെ coefficient minus 10, constant term plus 10, constant term plus 10. നമ്മൾ നോക്കുക, രണ്ട് ഫാക്ടേഴ്സ് കാണും, രണ്ട് നമ്പേഴ്സ് കണ്ടാൽ മതി. നേരത്തെ ഞാൻ പറഞ്ഞു സം minus 10 ആവണം, പ്രൊഡക്റ്റ് plus 10 ആവണം, നമ്പേഴ്സ് minus 1 ഉം minus 9 ഉം ആണ്. അപ്പോൾ ഫാക്ടേഴ്സ് x minus 1 ഉം x minus 9 ഉം കിട്ടുക. അപ്പോൾ x minus 1 times x minus 9 ആണ് ഫാക്ടർ വരിക. Now we can cancel x minus 1 x minus 1. അപ്പോൾ ബാക്കി വരുന്നത് ലിമിറ്റ് x tends to 1, ലിമിറ്റ് x tends to 1, ന്യൂമറേറ്റർ x minus 4 divided by ഡിനോമിനേറ്റർ x minus 9. ഇനി നമ്മൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇപ്പോൾ x ന് 1 ആണ് കൊടുക്കേണ്ടത്. 1 കൊടുക്കുമ്പോൾ 0/0 ഒന്നും വരുന്നില്ല. x ന് ന്യൂമറേറ്ററിൽ 1 കൊടുത്താൽ 1 minus 4 minus 3 divided by 1 minus 10 minus 8, and the answer is 3/8. Guys, is it clear? Clear or not? Is it clear? Yes. Okay. Very good, very good. About next question. Okay. Next question. Limit x tends to 2, x raised to 5 minus 32 divided by x minus 2. Please don't copy the question. Question copy ചെയ്യല്ലോ. Question copy ചെയ്യരുത്, ഞാൻ പറയട്ടെ. I will give time. ഈ question നോക്കുക. Limit x tends to 2, x raised to 5 minus 32 divided by x minus 2. Limit x tends to 2 ആണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ x നെ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 raised to 5, x ന് 2 കൊടുക്കുമ്പോൾ 2 raised to 5 32 minus 32 0, ന്യൂമറേറ്റർ 0 വരും. ഡിനോമിനേറ്റർ x ന് 2 കൊടുത്തു കഴിഞ്ഞാൽ 2 minus 2 0, അപ്പോൾ ഡിനോമിനേറ്ററും 0/0 ഫോമാണ്. അപ്പോൾ നമ്മൾ 0/0 ഫോം വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ പോസിബിൾ അല്ല ഈ ലിമിറ്റ് കാണാൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പ്, അടുത്ത മെത്തേഡ് നോക്കുമ്പോൾ ഫാക്ടറൈസേഷൻ മെത്തേഡ് ആണ് പഠിച്ചത്. ഇതിനെങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം? നമുക്ക് x raised to 5 minus 32. ശ്രദ്ധിക്കുക, ഇത് x raised to 5 minus 32 2 raised to 5 ആ. 32 2 raised to 5 ആ. ഇതിനെ ഫാക്ടറൈസ് ചെയ്യണം. ഇതിപ്പോ നോക്കുമ്പോൾ a raised to 5 minus b സ്ക്വയറിന്റെ ഫാക്ടേഴ്സ് നിങ്ങൾക്ക് അറിയില്ല. പിന്നെ എങ്ങനെ a raised to 5 minus b raised to 5 ഫാക്ടറൈസ് ചെയ്യും? അതായത് നമുക്ക് ഈ x raised to 5 minus 30 ഫാക്ടറൈസ് ചെയ്യാൻ അറിയില്ല. അപ്പോൾ ഫാക്ടറൈസേഷൻ മെത്തേഡിലും ഈ ലിമിറ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ മെത്തേഡിലേക്ക് പോകണം. മൂന്നാമത്തെ മെത്തേഡ് യൂസിങ് എ ഫോർമുല. ഒരു ഫോർമുല ഉപയോഗിച്ച് ലിമിറ്റ് കാണില്ല. അപ്പോൾ നോക്കുക, ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എനിക്ക് ഇങ്ങനെ എഴുതാം. This is like limit x tends to 2, x raised to 5 minus 32 is 2 raised to 5 divided by x minus 2. ഈ ഫോർമുലയാണ് ക്വസ്റ്റ്യൻ. ഇതാണ് ക്വസ്റ്റ്യൻ. Limit x tends to 2, x raised to 5 minus 2 raised to 5 divided by x minus 2. ഇത് ഏത് ഫോർമുല എന്നറിയോ? ഇത് ഈ ഫോർമുല ആണ്. നോക്കിക്കോളൂ. Limit x tends to a, x raised to n minus a raised to n divided by x minus a. Limit x tends to a, x raised to n minus a raised to n by x minus a. ഇതിന്റെ ആൻസർ this is equal to n into a raised to n minus 1 ആണ്. n into a raised to n minus 1. So first you copy this. Limit x tends to a, x raised to n minus a raised to n by x minus a equal to n into a raised to n minus 1. Limit x tends to a, x raised to n minus a raised to n by x minus a equal to n into a raised to n minus 1. അപ്പം നോക്ക്, ഈ ക്വസ്റ്റ്യൻ നോക്കുക. This is equal to the limit x tends to a, x raised to n minus a raised to n by x minus a. അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ a ഉള്ള സ്ഥലത്തൊക്കെ 2 ആണുള്ളത്. So we can write here a equal to 2. Then x raised to n minus a raised to n. അപ്പോൾ n ന്റെ സ്ഥാനത്തൊക്കെ 5 ആണ്.
അപ്പോൾ n is equal to 5 ആ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു a x raised to n minus a raised to n by x minus a എന്നുള്ള ഫോർമുല ആണ്. ഇവിടെ a equal to 2 ഉം n is equal to 5 ഉം. So what will be the answer? Answer n into a raised to n minus 1 ആണ്. Substituting for n and a. n നും a നും substitute ചെയ്യുമ്പോൾ n 5 ആണ്. 5 into a raised to 2 raised to n minus 1 and 5 minus 1 4 and that is 5 into 2 raised to 4 16 and that's equal to 80. Clear? Clear. Clear? Yes. Okay. Yes, Eddie. Clear? Yes. Okay, then do the next question by yourselves. Next question for you to try. Limit x tends to 3, x raised to 4 minus d1 divided by x minus 3. Guys, it's for you. Limit x tends to 3, x raised to 4 minus d1 divided by x minus 3. Be careful when you do the question. Idea കിട്ടിയിട്ടുണ്ടാവും ചെയ്യേണ്ടത്. എങ്ങനെ ചെയ്യേണ്ടത് മനസ്സിലായിട്ടുണ്ടാവും. Limit x tends to 3, x raised to 4 minus 81 is 3 raised to 4. 81 3 raised to 4 ആ. 3 raised to 4. അതെങ്ങനെ മനസ്സിലാവുക 3 raised to 4 ആണെന്ന്? ഇവിടെ x ന്റെ പവർ 4 ആ. അപ്പോൾ 81 ന്റെ ഏതെങ്കിലും ഒരു നമ്പർ പവർ 4 ആണെന്ന് എഴുതണം. 81 അപ്പോൾ 1 raised to 4 1 ആണ്, 2 raised to 4 16 ആണ്, 3 raised to 4 is 81. So 81 we can write 3 raised to 4 divided by denominator x minus 3. Now see, limit x tends to a, x raised to n minus a raised to n by x minus a. Here a is 3 and n is equal to 4, x raised to n minus a raised to n. So the answer ഒരുപാട് പേര് 108 എന്ന് കമന്റ് ചെയ്തിട്ടുണ്ട്. 108 റൈറ്റ് ആൻസർ ആണ് തോന്നുന്നത്. നോക്കട്ടെ. അപ്പോൾ n into a raised to n minus 1, so it's 4 into 3 raised to 4 minus 1 3, so it's 4 into 27 and that's 108. Very good. The answer is 108. 108 ആണ് ആൻസർ. Very good. Yes, 108. Very good. Another question. The same time, one more. The same time, giving you more question. Limit x tends to 1. X raised to 15 minus 1 divided by x minus 1. Limit x tends to 1. X raised to 15 minus 1 divided by x minus 1. Limit x tends to 1. X raised to 15 minus 1 divided by x minus 1. ചെയ്യണം അറിയാം. അപ്പോൾ മേലുള്ള രണ്ട് ടേംസിനും ഒരേ പവർ വേണമെന്ന് ശ്രദ്ധിക്കുക. x raised to n minus a raised to n. Margin 1 is wrong, 50 is correct. 50 is the right answer. How do you do it? Limit x tends to 1, x raised to 50 minus 1 we can write as 1 raised to 50. കാരണം 1 ന്റെ പവർ ആയിട്ട് ഏത് നമ്പർ വന്നാലും ആൻസർ 1 ആണ്. അപ്പോൾ instead of 1 we can write 1 raised to 50 divided by denominator x minus 1. Now see, limit x tends to a, x raised to n minus a raised to n by x minus a. A is 1, x raised to n minus a raised to n is 50. So the answer is n into a raised to n minus 1 and it's n 50 into 1 raised to 50 minus 1 49. 1 raised to any number 1 ആണ്. So 50 into 1 that is 50. You got it? Any doubt? No doubt. No.
Yes, guys. The next question is. അടുത്ത ചോദ്യം. Limit x tends to 2, x raised to 5 minus 32 divided by x cubed minus 8. X raised to 5 minus 32 divided by x cubed minus 8. X raised to 5 minus 32 divided by x cubed minus 8. ശ്രദ്ധിക്കണം, ഈ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യന്റെ ഫോമിൽ അല്ല. ശ്രദ്ധിച്ചോ, ഇത് we can write this as limit x tends to 2, x raised to 5 minus 32 is 2 raised to 5 by x cubed minus 8 is 2 cube. ഇതിപ്പം ലിമിറ്റ് x tends to a, x raised to n minus a raised to n by അടിയിലും പവറാണ്. ഇത് ലിമിറ്റ് x tends to a, x raised to n minus a raised to n by x minus a എന്നുള്ള ഫോമിലല്ല. കാരണം മേലെ ന്യൂമറേറ്ററിന്റെ പവർ 5 ആണ്, ഡിനോമിനേറ്ററിന്റെ പവർ 3 ആണ്. ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും പവർ വരുന്നുണ്ട്. ഗൗരി നന്ദ 20/3. ഓക്കെ, ലെറ്റ് മീ സീ. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം നോക്കുക, ഇത് ഏത് ഫോമിലാണ് നോക്കുക. ഇത് ഈ ഫോമിലാണ്. ശ്രദ്ധിക്കുക, ലിമിറ്റ് x tends to a, x raised to n minus a raised to n divided by x raised to n minus a raised to n. കാരണം മേലെ ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും പവർ ഉണ്ട്. ഇങ്ങനെ ന്യൂമറേറ്ററിന്റെ പവർ m ആണെന്ന് കരുതുക, ഡിനോമിനേറ്ററിന്റെ പവർ n ആണെന്ന് കരുതുക. ഇതിന്റെ ആൻസർ വരിക this is equal to m by n into a raised to m minus n ആണ്. Limit x tends to a, x raised to m minus a raised to m by x raised to n minus a raised to n is equal to m by n into a raised to m minus n ആണ്. അനാവശ്യമായിട്ട് മെസ്സേജ് അയക്കില്ല, ആവശ്യത്തിന് മാത്രം മെസ്സേജ് അയക്കും കേട്ടോ. ആവശ്യത്തിന് മാത്രം അയക്കും, അനാവശ്യമായിട്ട് മെസ്സേജ് അയക്കില്ല കേട്ടോ. ശരി, അപ്പം നോക്കുക, നമ്മുടെ ക്വസ്റ്റ്യൻ ലിമിറ്റ് x tends to a, x raised to m minus a raised to m by x raised to n minus a raised to n എന്ന ഫോമിലാണ്. ഇവിടെ a യുടെ സ്ഥാനത്ത് 2 തന്നെയാണ്, a equal to 2. ഇനി എന്താണ് m ഉം n എന്ന് മനസ്സിലാക്കുക. m ന്യൂമറേറ്ററിന്റെ പവർ ആണ്, n ഡിനോമിനേറ്ററിന്റെ പവർ ആണ്. ഇവിടെ ന്യൂമറേറ്ററിന്റെ പവർ 5 ആണ്, സോ m is equal to 5. ഡിനോമിനേറ്ററിന്റെ പവർ 3 ആണ്, n is equal to 3. നമുക്ക് ആൻസർ ചെയ്യാം. this is equal to m by n into a raised to m minus n ആണ്. so this will be like m is 5 by n is 3 into a raised to a 2 ആണ്, 2 raised to m minus n, m 5 minus 3, and it is 5 by 3 into 2 square. 5 minus 3 2 ആണ്, 2 square 4, and it is 20 divided by 3. കുറച്ച് ആൾക്കാർ കുറച്ച് മുന്നേ 20/3 എന്ന് ടൈപ്പ് ചെയ്തിരുന്നു. 20/3 കിട്ടിയല്ലോ അല്ലേ? യെസ്, വെരി ഗുഡ്. 20/3. ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഇതെന്താ 30% എന്നൊക്കെ? 20/3 30% ആണോ? ക്ലിയർ. യെസ്. Then the same type ഒരു ക്വസ്റ്റ്യൻ കൂടി എഴുതുക. Same type limit x tends to 1, x raised to 50 minus 1 divided by x raised to 20 minus 1. Limit x tends to 1, x raised to 50 minus 1 divided by x raised to 20 minus 1. ഇതൊക്കെ എക്സാമിന് ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. I think now it is like palpation, right? Oh, yes, clear, yes. Yeah, how do we do this? This is equal to, നമുക്ക് ആദ്യം yes 50/20 right answer. x raised to 50 minus 1 നെ നമുക്ക് 1 raised to 50 എന്ന് എഴുതാം. x raised to 20 minus ഈ 1 നെ 1 raised to 20 എന്ന് എഴുതാം. കാരണം 1 means 1 raised to any power is 1. So this is equal to, for limit x tends to a, x raised to n minus, okay, here a is equal to 1.
ന്യൂമറേറ്ററിലെ പവർ m ആണ്. സോ m is equal to 50. ഡിനോമിനേറ്ററിലെ പവർ 20 ആണ്. n is equal to 20. a is equal to 1, m is equal to 50, n is equal to 20. So the answer will be like m by n into a raised to m minus n, and that is 50 by 20 into a raised to 1 raised to m minus n. 50 minus 20, and it is 50 by 20 is 5 by 2. It's 50 by 20 is 5 by 2. 5 by 2 times 1 raised to any power is 1, and final answer 5 by 2. 5 by 2 കിട്ടിയിട്ടുണ്ടാവും. 5 by 2 കിട്ടാത്ത കുട്ടികളെ ആരും ഇല്ലല്ലോ. Yes, 5 by 2. It's right. Okay, moving to the next question. അടുത്ത question. എന്താണ് നോ സർ എന്ന് പറഞ്ഞത്? മനസ്സിലാവാത്ത പ്രശ്നമുണ്ടോ? കിട്ടി. ഓക്കെ. നെക്സ്റ്റ് ഈ ടൈപ്പ് അല്ലാത്ത ഒന്നും കൂടി നമുക്ക് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ഇതേ ഭാഗത്ത് തന്നെ കുറച്ചും കൂടി ടൈറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും. ആ ക്വസ്റ്റ്യൻ നോക്കിക്കോ. ലിമിറ്റ് x tends to 0, x plus 1 raised to 5 minus 1 divided by x. ഇതും 2 മാർക്സിന് ചോദിക്കാറുള്ള ചോദ്യമാണ്. Limit x tends to 0, x plus 1 raised to 5 minus 1 divided by x. അപ്പം ലിമിറ്റ് കണ്ടുപിടിക്കാൻ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ പോസിബിൾ ആണോ നോക്കണം. ഡയറക്റ്റ് ഇവിടെ വെറുതെ മെസ്സേജ് അയച്ച് കളിക്കരുത് കേട്ടോ, ശ്രദ്ധിക്കും. അപ്പം ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം 0/0 കിട്ടുകയാണെങ്കിൽ മാത്രമേ നമ്മൾ അടുത്ത മെത്തേഡിലേക്ക് പോകാൻ പാടുള്ളൂ. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുമ്പം നമുക്ക് കറക്റ്റ് ആൻസർ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഉത്തരം എഴുതിയാൽ മതി. പിന്നെ അല്ലാണ്ട് നമ്മൾ വേറെ മെത്തേഡിലേക്ക് ഒന്നും പോകേണ്ട ആവശ്യമില്ല. അപ്പം ഇത് ചെയ്യുമ്പോൾ ആദ്യം ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ പോസിബിൾ ആണോ നോക്കുക. x tends to 0, x ന് 0 കൊടുത്താൽ 0 plus 1 1, 1 raised to 5 1, 1 minus 1 0. അപ്പോൾ ന്യൂമറേറ്റർ 0 ആവും. ഡിനോമിനേറ്റർ x 0 കൊടുത്താൽ 0, 0/0 കിട്ടും. 0/0. അപ്പം ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് 0/0 തന്നെയാണ് വരുന്നത്. അപ്പം നമ്മൾ അടുത്ത മെത്തേഡിലേക്ക് പോകണം. അടുത്ത മെത്തേഡ് ശ്രദ്ധിക്കുക. ഇതെങ്ങനെ ചെയ്യും? ഇത് ശ്രദ്ധിക്കുക. ഇത് ലിമിറ്റ് ന്യൂമറേറ്ററിലെ x raised to n minus 1 നെ 1 raised to 5 എഴുതാം. അപ്പൊ ന്യൂമറേറ്റർ x raised to n minus a raised to n എന്ന ഫോമിലാണ്. പക്ഷേ ഇവിടെ ന്യൂമറേറ്ററില് x ന്റെ സ്ഥാനത്ത് x plus 1 ആണ്. ന്യൂമറേറ്ററിൽ x ന്റെ സ്ഥാനത്ത് x plus 1 ആണ്. x raised to n, x ന്റെ സ്ഥാനത്ത് x plus 1. ഇങ്ങനെ x ന്റെ പകരം x ന്റെ സ്ഥാനത്ത് x plus 1 ഓ x plus 2 ഓ x minus 1 ഓ pi/2 minus x ഓ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ x plus 1 ഉണ്ടല്ലോ, ആ x plus 1 u ആണ് എന്ന് അസ്യൂം ചെയ്യാം. let x plus 1 equal to u. അപ്പം ഈ x plus 1 നെ u ആക്കി മാറ്റുമ്പോൾ ഇതിനകത്തുള്ള കംപ്ലീറ്റ് x നെ നമ്മൾ u ആക്കി മാറ്റണം. ഇതിനകത്തെ ഈ ക്വസ്റ്റ്യനിനകത്തെ കംപ്ലീറ്റ് x നെ നമ്മൾ ഇൻ ടേംസ് ഓഫ് u എഴുതണം. u ആക്കി മാറ്റണമെങ്കിൽ x നെ. ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം x plus 1 u ആണ് എഴുതി. അപ്പൊ ഈ x എന്താവില്ല, ഈ x എന്താവും നമുക്ക്. അപ്പൊ x കണ്ടുപിടിക്കാൻ x is equal to കൂടാതെ നിങ്ങളുടെ പ്ലസ് 1 നെ അങ്ങോട്ട് കൊണ്ടുപോയിക്കോളൂ, u minus 1 എന്ന് കിട്ടും. x equal to u minus 1. x equal to u minus 1. അപ്പം ഈ x u minus 1 ആയി, x plus 1 u ആയി. ഇനി ഇവിടെ നിൽക്കുന്ന ഈ x നെ കൂടി നമുക്ക് മാറ്റണം. ഈ x നെ u ആക്കി മാറ്റണം. x എങ്ങനെ u ആക്കി മാറ്റും? സോ ഇതിക്ക് x u ആക്കാൻ നമുക്കറിയാം. ഇവിടെ x tends to 0 ആണ്. x tends to 0. അപ്പൊ ഈ ഇക്വേഷനിൽ x ന് 0 കൊടുക്കുക. ഈ ഇക്വേഷനിൽ x ന് 0 കൊടുക്കുക. x tends to 0 ആണ്. അപ്പൊ x tends to 0 ആവുമ്പം എന്ത് സംഭവിക്കും? implies ഇവിടെ x ന് 0 കൊടുത്തു കഴിഞ്ഞാൽ 0 plus 1 equal to u. 0 plus 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 equal to u എന്ന് പറഞ്ഞാൽ u equal to 1.
എന്ന് പറഞ്ഞാൽ u tends to 1. അപ്പോൾ x tends to 0 ആകുമ്പോൾ u tends to 1 കിട്ടും. അത് കിട്ടി നോക്കുക. ഇവിടെ ഇതിനകത്ത് x tends to 0 ആണ്. അപ്പോൾ x 0 കൊടുക്കുന്നു. 0 plus 1 1 equal to u. അതായത് u equal to 1. അതായത് u tends to 1. x tends to 0 ആകുമ്പോൾ അത് u tends to 1 ആണ്. So here I can write this is equal to limit x tends to 0. x tends to 0 പറഞ്ഞാൽ അത് u tends to 1 ആണ്. u tends to 1. x plus 1 raised to 5. x plus 1 u ആണ്. u raised to 5 minus 1 raised to 5 divided by x. x is u minus 1. x is u minus 1. എല്ലാതും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എല്ലാതും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇപ്പോൾ നോക്കുന്നത് ഇപ്പോൾ ഏത് ഫോർമുല? ലിമിറ്റ് x tends to a x raised to n minus a raised to n by x minus a. വേരിയബിൾ u ആയി എന്നേ ഉള്ളൂ. x ന് പകരം u ആയി. അതുകൊണ്ട് നമ്മൾ സമവാക്യത്തിന്റെ ഫോർമുലയ്ക്ക് മാറ്റമൊന്നുമില്ല. ഇത് ഏത് ഫോർമുല ആണ്? ലിമിറ്റ് x tends to a x raised to n minus a raised to n by x minus a. Here a is 1 and n is equal to 5. x tends to a x raised to n. So answer is n into a raised to n minus 1 and we can write this as n. 5 into a raised to 1 raised to 5 minus 1. So it's like 5 into 1 raised to 1 തന്നെയാണ്. So answer is 5. Guys, clear ആണോ? Is it clear? Clear ആണോ അല്ലയോ? Clear ആണോ അല്ലയോ? Yes. Yes. Good. So the same type of question തരാം. Same type question. Limit x tends to 0. Root of 1 plus x minus 1 divided by x. Limit x tends to 0. Root of 1 plus x minus 1 divided by x. Limit x tends to 0. Root of 1 plus x minus 1 divided by x. ഇതെങ്ങനെ ചെയ്യും? നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം ടൈപ്പ് ആണ്. This is we can write this question as limit x tends to 0 root of 1 plus divided by x. Limit x tends to 0 root of 1 plus x 1 plus x raised to 1 by 2 ആണ്. 1 plus x നെ root of 1 plus x നെ 1 plus x raised to 1 by 2 എഴുതാം minus 1 1 raised to 1 by 2 divided by x എഴുതാം. ഈ ക്വസ്റ്റ്യനും നേരത്തെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത അതുപോലെ തന്നെയാണ്. ഇത് ലിമിറ്റ് x tends to 0 നമുക്ക് x raised to n minus a raised to n. പക്ഷേ x ന്റെ സ്ഥാനത്ത് 1 plus x. ഇങ്ങനെ x ന് പകരം 1 plus x ഉം 2 plus x ഉം 5 by 2 minus x ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് u ആണെന്ന് അസ്യൂം ചെയ്യാം. So we can write first 1 plus x equal to u. ഈ 1 plus x u ആണ് കിട്ടും. So x will be take plus 1 to the other side, so u minus 1. അപ്പോൾ ഈ 1 plus x u ആയി, ഡിനോമിനേറ്ററിലെ x u minus 1 ആയി. ഇനി x tends to 0 നെ നമ്മൾ മാറ്റണം. x tends to 0 ആവുമ്പോൾ എന്താ സംഭവിക്കുക? implies ഇതിനകത്ത് കൊടുക്കുക x tends to 0. x ന് 0 കൊടുക്കുമ്പോൾ 1 plus 0 1 equal to u equal to 1, that's u tends to 1. And so 1 by 2 വരുന്നുണ്ട്. That will be right. So limit x tends to 0, that is u tends to 1. 1 plus x raised to half, u raised to 1 by 2 minus 1 raised to 1 by 2 divided by u minus 1. So this is limit x tends to a x raised to n minus a raised to n by x minus a. n 1 by 2 ആണ്, a 1 ആണ്. അപ്പോൾ n into a raised to n minus 1. So this will be 1 by 2 into 1 raised to 1 by 2 minus 1 equal to 1 by 2 into 1 raised to anything 1 ആണ്, and that is 1 by 2. And guys, your answers are right. ഉത്തരം ശരിയാണ്. വെരി ഗുഡ്. ബാക്കി ടൈപ്പ് ചെയ്യാത്ത ആൾക്കാർക്കും ഉത്തരം ശരിയാവുമെന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇതുവരെ ക്ലിയർ അല്ലേ? ഇത്തിരി ഭാഗം ക്ലിയർ അല്ലേ? ഇന്നത്തെ സെഷൻ നമുക്ക് വെറും എത്ര മിനിറ്റ് മാത്രമേ ഉള്ളൂ? വെറും 1 മണിക്കൂർ മാത്രമേ ഉള്ളൂ. അതിൽ ഓൾറെഡി 40 മിനിറ്റ് കഴിഞ്ഞു. ഇനി വെറും 20 മിനിറ്റ്സ് ആണ്. ലിമിറ്റ്സിലെ കുറച്ചും കൂടി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ ചെയ്യും.
എന്താ CRT എന്നൊക്കെ കറക്റ്റ്? ഓക്കെ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ ഇനി മെസ്സേജുകൾ നിർത്തുക, ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ നമ്മൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസുമായി ബന്ധപ്പെട്ട ലിമിറ്റ്സാണ് ചെയ്യാൻ പോണത്. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ ലിമിറ്റ്സാണ് കാണാൻ പോണത്. അപ്പോൾ ശരിക്കും ശ്രദ്ധിക്കുക. നമ്മൾ ഒരു 3 ഫോർമുല ബൈ ഹാർട്ട് ചെയ്യാണ്ട് പറയാണ്, ശ്രദ്ധിക്കുക. ഫസ്റ്റ് വൺ ഇതാണ്. ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 sin x by x equal to 1. എന്നെ കൂടെ നോട്ട് ചെയ്യണം. ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 x by sin x also equal to 1. ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 sin x by x equal to 1. ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 x by sin x. അത് തല തിരിച്ചിട്ടാലും ആൻസർ 1 ആണ്. ശ്രദ്ധിക്കണം. നേരത്തെ രണ്ട് ഇക്വേഷൻ നമ്മൾ ഇതിനെ പഠിച്ച രണ്ട് ഫോർമുലയിലും x tends to a ആയിരുന്നു, ഇവിടെ x tends to 0 ആണ്, മറക്കല്ലേ. ലിമിറ്റ് x tends to 0 sin x by x is 1. ലിമിറ്റ് x tends to 0 x by sin x is 1. Then limit x tends to 0 tan x by x equal to 1. തല തിരിച്ചിട്ടാണ് സെയിം ആണ്. ലിമിറ്റ് x tends to 0 x by tan x also equal to 1. The next limit x tends to 0 e raised to x minus 1 by x is 1. e raised to x ആ ഫംഗ്ഷൻ വിളിക്കുന്നതാണ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. f of x equal to e raised to x, അതാണ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. ഓക്കേ. അപ്പം ഈ 3 ഐഡന്റിറ്റി ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഐഡന്റിറ്റി ലിമിറ്റ് x tends to 0 sin x by x equal to 1. നോക്ക്, സൈനിന്റെ കൂടെ ഉള്ളത് x ആ, അതേ x താഴെ വരുമ്പോഴാണ് ആൻസർ 1 കിട്ടുന്നത്. സൈനിന്റെ കൂടെ എന്താണോ ഉള്ളത് അതേ ആണ് ഡിനോമിനേറ്ററിൽ വരുമ്പോഴാണ് ആൻസർ 1. അതേപോലെ ലിമിറ്റ് x tends to 0 tan x by x equal to 1. ടാനിന്റെ കൂടെ എന്താണോ ഉള്ളത് അതേ ആളെ ഡിനോമിനേറ്ററിൽ വരുമ്പോഴാണ് ആൻസർ 1 കിട്ടുന്നത്. ലിമിറ്റ് x tends to 0 e raised to x minus 1 by x equal to 1. യുടെ പവർ എന്താണോ അതേ ആണ് ഡിനോമിനേറ്ററിൽ വരുമ്പോഴാണ് ഉത്തരം 1 കിട്ടുന്നത്. ഫോർമുലയുടെ സ്വഭാവം നോക്കുക. ഓക്കെ, കമന്റ് കണ്ട് തിരിച്ചതാണ്. നോട്ട് ചെയ്തിട്ടുണ്ടാവും, കോപ്പി ചെയ്തിട്ടുണ്ടാവും. Evaluate the following limits. Question. Evaluate the following limits. Evaluate the following limits. First question. Limit x tends to 0 sin 5x divided by 5x is equal to. What's the answer? പെട്ടെന്ന് പറ. Limit x tends to 0 sin 5x by 5x equal to. Limit x tends 1. Yes. പോരാ. ഒരാൾ 2 3 4. 5ഓ? ധാരാളം 5 എഴുതിയത്. 5 അല്ല. ഒരാൾക്ക് തെറ്റി. 1. നോക്ക്, ഇവിടെ സൈനിന്റെ കൂടെ എന്താണോ ഉള്ളത് അത് തന്നെ അടിയിൽ വരുമ്പോ ഉത്തരം 1 ആണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ലിമിറ്റ് x tends to 0 sin 5x by 5x equal to 1. Very good. Next question. Limit x tends to 0 tan 2x divided by 2x equal to. Limit x tends to 0 tan 2x by 2x equal to. Answer type here. Limit x tends to 0 tan 2x by 2x. 1. Very good. ഇനി ഞാൻ എന്ത് ചോദ്യം ചെയ്താലും ഉത്തരം 1 എഴുതണ്ട കേട്ടോ. എല്ലാ ക്വസ്റ്റ്യനും ഉത്തരം 1 അല്ല ആൻസർ വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Limit x tends to 0 sin 7x by 7x equal to. ഓക്കെ അറിയാം. ഓക്കെ.
1 vega nariyale. Very good. Limit x is sin 7x by 7x, that is 1. And moving to the next question. Limit x tends to 0. Limit x tends to 0. Sin 5x divided by x. Limit x tends to 0. Sin 5x divided by x. Limit x tends to 0. Sin 5x divided by x. Limit x tends to 0. Sin 5x divided by x. Yes, answer is 5, but we need to show the steps. ചിലപ്പോൾ 2 മാർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ വെറും 5 എഴുതി കഴിഞ്ഞാൽ ഉത്തരം തെറ്റാണ്, ഉത്തരം ശരിയാണ്, പക്ഷേ ഫുൾ മാർക്ക് കിട്ടില്ല, 1 മാർക്ക് തരുള്ളൂ. ആ ഫുൾ മാർക്ക് എങ്ങനെ ഒപ്പിക്കാം? ശ്രദ്ധിക്കുക, നമുക്കറിയാം sin 5x ആണ് മേലെ, അപ്പോൾ സൈനിന്റെ കൂടെ 5x ആ, അതേ 5x ഡിനോമിനേറ്ററിൽ വരുമ്പോഴാണ് ആൻസർ 1 കിട്ടുക. അപ്പം ഡിനോമിനേറ്ററിൽ 5x വരുത്താൻ നമ്മൾ എന്താ ചെയ്യുക? ഡിനോമിനേറ്ററിനെ 5 കൊണ്ട് ഇൻറ്റു ചെയ്യാം. ഡിനോമിനേറ്ററിനെ 5 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ വാല്യൂവിൽ മാറ്റം വരാതിരിക്കാൻ വേണ്ടി ന്യൂമറേറ്ററിനെ 5 കൊണ്ട് ഇൻറ്റു ചെയ്യണം. സോ ഇൻറ്റു 5 ഹിയർ ആസ് വെൽ. ഇനി ശ്രദ്ധിക്കേണ്ട പോയിന്റ്, ലിമിറ്റിനകത്ത് ഒരു കോൺസ്റ്റന്റ് നമ്പർ വന്നാൽ കോൺസ്റ്റന്റ് നമ്പർ പുറത്തേക്ക് ഇടാം. അപ്പോൾ നമ്മൾ ഈ 5നെ പുറത്തേക്ക് എടുക്കുന്നു ലിമിറ്റിന്റെ. അപ്പോൾ 5 ഇൻറ്റു, ഇനി ബാക്കി വരുന്ന ഭാഗം ഇങ്ങനെയാണ്. ലിമിറ്റ് x ടെൻഡ്സ് ടു 0 sin 5x divided by 5x. And that is 5 into, how much is this? Limit x tends to 0, sin 5x by 5x equal to 1. So it's 5. Answer is 5. 5. Right? Right? The next question. Limit x tends to 0. Limit x tends to 0. Tan 3x by x. Answer പെട്ടെന്ന് പറയാം. Answer പെട്ടെന്ന് പറയാം. Limit x is tan 3x by x is equal to 5. What? 3. 3. 3. 3. Very good. Very good. Very good. 3. 3. 3. 3. ഒക്കെ ശരിയാണ് കേട്ടോ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇത് ചെയ്യണമെങ്കിൽ സ്റ്റെപ്സ് കാണിക്കണമെങ്കിൽ tan 3x ആണ്. അപ്പോൾ ഡിനോമിനേറ്റർ 3x വേണം. So multiply the denominator by 3. So multiply the numerator by 3 as well. ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്റർ 3 കൊണ്ട് നമ്മൾ ഇൻഡു ചെയ്യുന്നു. ഇൻഡു ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഇപ്പൊ കോൺസ്റ്റന്റ് 3 ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്ന മുമ്പിനെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ 3 ടൈംസ്, ബാക്കി ലിമിറ്റ് x tends to 0 tan 3x by 3x, and that is 3 times this one equal to 3, right? Simple one. Next. Limit x tends to 0 sin 3x by 2x. Limit x tends to 0 sin 3x by 2x. Limit x tends to 0 sin 3x by 2x. And the answer is, this is equal to, നോക്കണേ, sin 3x ആണ് ന്യൂമറേറ്ററിൽ. അപ്പൊ ഡിനോമിനേറ്ററിൽ 3x വന്നാൽ ആൻസർ 1 ആവും. പക്ഷേ ഡിനോമിനേറ്ററിൽ 3x ഇല്ല, 2x ആണ്. എന്ത് ചെയ്യും? അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, നമുക്കറിയാം ലിമിറ്റിനകത്ത് ആൻസർ 3/2 ആണ്. ലിമിറ്റിനകത്ത് ഒരു കോൺസ്റ്റന്റ് നമ്പർ വരികയാണെങ്കിൽ ആ കോൺസ്റ്റന്റ് നമുക്ക് പുറത്തേക്ക് എഴുതാം. ഇവിടെ ലിമിറ്റിനകത്ത് കോൺസ്റ്റന്റ് നമ്പർ കാണും. അപ്പൊ ഈ 3നെ കോൺസ്റ്റന്റ് നമ്പർ ആയിട്ട് പരിഗണിക്കാൻ പാടില്ല. കാരണം ഈ 3x ഈ സൈനിന്റെ ആംഗിൾ ആണ്. ആംഗിളും തൊട്ട് കളിക്കാൻ പാടില്ല. അപ്പം ഈ 3x നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഡിനോമിനേറ്റർ നോക്കുക, അവിടെ 2x ഉണ്ട്, അതിൽ 2 കോൺസ്റ്റന്റ് ആണ്. ആ 2നെ പുറത്തേക്ക് എടുക്കുക. അപ്പൊ ഡിനോമിനേറ്ററിൽ നിന്ന് 2 ലിമിറ്റിന്റെ പുറത്തേക്ക് വന്നാൽ അത് 1/2 ആവും. കാരണം ഡിനോമിനേറ്ററിൽ നിന്നാണ് 2 പുറത്തേക്ക് വരുന്നത്. ബാക്കി ലിമിറ്റ് x tends to 0 sin 3x divided by x എന്നാണ് കിട്ടുക. because we have taken the 2 out. 2നെ പുറത്തേക്ക് എടുത്ത് കഴിഞ്ഞു. അപ്പം നമുക്ക് കിട്ടും 1/2 into, ശ്രദ്ധിക്കുക, ബാക്കി ലിമിറ്റ് x tends to 0 sin 3x by x ആണ്. അപ്പൊ എനിക്ക് എഴുതാം ലിമിറ്റ് x tends to 0 sin 3x by, ഡിനോമിനേറ്റർ 3x വരികയാണെങ്കിൽ ആൻസർ 1 എഴുതാം. പക്ഷെ ഇവിടെ x ഉള്ളൂ. x നെ 3x ആക്കാൻ 3 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. അപ്പൊ ഡിനോമിനേറ്ററിനെ ഞാൻ 3 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു. അപ്പൊ 3x ആയി. ഡിനോമിനേറ്ററിനെ 3 കൊണ്ട് ഇൻറ്റു ചെയ്താൽ ന്യൂമറേറ്ററിനെ 3 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പൊ ഇൻറ്റു 3 എഴുതി. ഗൈസ് റൈറ്റ്?
ഇനി ചെയ്യേണ്ടത് ഈ കോൺസ്റ്റന്റ് അഗൈൻ ലിമിറ്റിനകത്ത് വീണ്ടും കോൺസ്റ്റന്റ് 3 വന്നു, 3നെ പുറത്തേക്ക് ചാടിച്ചോളൂ. ഓൾറെഡി 1/2 പുറത്തുണ്ട്. ഈ 3 കൂടി ഇങ്ങനെ വരുമ്പോൾ 1/2 into 3 3/2 ആവും. ഇൻടു ബാക്കിയുള്ളത് ലിമിറ്റ് x tends to 0 sin 3x by 3x ആണ്. sin 3x by 3x and it is like 3/2 times 1 and that is 3/2. Okay, sigma boys. Okay അല്ലേ? sigma boys. Okay. Next question. Next. Limit x tends to 0 sin ax by bx. Limit x tends to 0 sin ax by bx. Limit x tends to 0 sin ax by bx. Limit x tends to 0 sin a by b. Right answer. A by b. Very good, but we need to show the steps. Steps കാണിക്കണം. 2 മാർക്കിന് ചോദിച്ചാൽ a by b എഴുതിയാൽ 1 മാർക്കേ കിട്ടുള്ളൂ. സ്റ്റെപ്പ് വേണം ട്ടോ. How do you show the steps? It's equal to, look at denominator le x ന്റെ കൂടെ നിൽക്കുന്ന b constant ആണ്, taking it out, so 1/b outside into then limit x tends to 0 sin ax divided by x, and this is equal to 1/b times limit x tends to 0. ഇവിടെ sin ax ആണ്, denominator ax വന്നാൽ ആൻസർ 1 വരും. So sin ax divided by denominator ax ആക്കാൻ ഡിനോമിനേറ്ററിനെ a കൊണ്ട് ഇൻഡു ചെയ്യണം. അപ്പോൾ ഇത് ax ആയി. So multiply the numerator also by a. ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ a കൊണ്ട് ഇൻഡു ചെയ്തു. So taking the a outside, so a by b times limit x tends to 0 sin ax by x, and that is a by b times 1 equal to a by b. Clear? അനാവശ്യ കമന്റ്സ് വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? അനാവശ്യ കമന്റ്സ് വേണ്ട. ചോദിക്കുന്നത് മാത്രം കമന്റ്സ് ചെയ്താൽ മതി കേട്ടോ. ചോദിക്കുന്നത് മാത്രം കമന്റ് ചെയ്യുക. Okay, the next question. Limit x tends to 0 sin 4x divided by sin 3x. Limit x tends to 0 sin 4x by sin 3x. Limit x tends to 0 sin 4x by sin 3x. Yes, the answer is 4/3, but you know, people, this question also is for 2 marks. 2 മാർക്കിന്റെ ചോദ്യമാണ്. അപ്പോൾ നമ്മൾ just 4/3 എഴുതിയാൽ നിങ്ങൾ സ്റ്റെപ്സ് എഴുതിയിട്ടുണ്ടാവും അല്ലേ? സ്റ്റെപ്സ് എഴുതണം ശ്രദ്ധിക്കുക. നമുക്ക് ഇങ്ങനെ എഴുതാം. ലിമിറ്റ് x tends to 0 നോക്കാം. ഇവിടെ sin 4x ന്റെ അടിയിൽ 4x വന്നാൽ ആൻസർ 1 ആണ്. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ന്യൂമറേറ്റർ sin 4x ആണ്. അത് ഞാൻ 4x കൊണ്ട് ഡിവൈഡ് ചെയ്തു, സെയിം ടൈം 4x കൊണ്ട് ഇൻഡു ചെയ്തു. ന്യൂമറേറ്ററിനെ 4x കൊണ്ട് ഡിവൈഡ് ചെയ്തു, 4x കൊണ്ട് ഇൻഡു ചെയ്തു. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ sin 3x ആണ്. സോ sin 3x നെ ഞാൻ 3x കൊണ്ട് ഡിവൈഡ് ചെയ്തു, 3x കൊണ്ട് ഇൻഡു ചെയ്തു. Clear? This is the first step. Now what we can do is this is equal to limit x tends to 0. ശ്രദ്ധിച്ചോളൂ. ഇവിടെ കോൺസ്റ്റന്റ് നമ്പർ ആയതുണ്ടോ നോക്കാം. ഇവിടെ ഈ 4x ഒന്നും ചെയ്യാൻ പാടില്ല. പക്ഷേ ഒരു 4x ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ട്, താഴെ 3x ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ട്. We may cancel the x and x. ആ x രണ്ടും ക്യാൻസൽ ചെയ്തു. Now you see there is a 4/3 constant number inside the limit. We can take the 4/3 outside. ഈ 4/3 നമുക്ക് ലിമിറ്റിന്റെ പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അറിയോ? ഈ 4/3 പുറത്തേക്ക് കൊണ്ടുവന്നു. ഇനി ബാക്കി ലിമിറ്റിനകത്ത് sin 4x by 4x ഉണ്ട്, ഡിവൈഡഡ് ബൈ താഴെ sin 3x by 3x ഉണ്ട്. ഒരു റൂള് പഠിക്കാനുണ്ട് ആൽജിബ്ര ഓഫ് ലിമിറ്റിലെ. ലിമിറ്റ് x tends to a
f by g എന്ന് പറഞ്ഞാൽ അത് limit x tends to a f by limit x tends to a g ആണ്. അതായത് f by g ക്ക് ലിമിറ്റ് കൊടുക്കാൻ f നെ സെപ്പറേറ്റ് കൊടുക്കുക g ക്കും സെപ്പറേറ്റ് കൊടുക്കുക. അപ്പോൾ this thing we can write as 4 by 3 into ഈ ലിമിറ്റ് ഇയാൾക്ക് കൊടുക്കുമ്പോൾ limit x tends to 0 sin 4x by 4x is 1 by ഈ ലിമിറ്റിനെ ഇയാൾക്ക് കൊടുക്കുമ്പോൾ limit x tends to 0 sin 3x by 3 that's also 1. So final answer 4 by 3 into 1 by 1 is 4 by 3. 4 by 3. Clear ആണോ അല്ലയോ? Is it clear? Yes, the next question, and we can make this question as last question for tonight. The last question, the avasana chodyam. The last question for tonight is limit x tends to 0, limit x tends to 0, sin ax divided by sin bx. Limit x tends to 0, sin ax by sin bx. Limit x tends to 0 sin ax by sin bx. Answer കാണുമ്പോൾ പറയാം. The answer is a by b. Yes, but I told you several times that we need to show the steps. Steps കാണിച്ചോണം, സ്റ്റെപ്പ് ഉണ്ടാവണം. So how do we do it? This is equal to limit x tends to 0 sin ax divided by ax into ax divided by sin bx divided by bx into bx, and we can cancel x, so a by b outside, so a by b times limit x tends to 0 sin ax by sin bx by bx, and guys the answer will be a by b times limit numerator കൊടുക്കുമ്പോൾ 1 by limit denominator കൊടുക്കുമ്പോൾ 1, so answer is a by b. A by b. Answer A by b. ഇനി 2-3 ക്വസ്റ്റ്യൻ കൂടി ലിമിറ്റ്സിൽ ബാക്കിയുണ്ട്, പക്ഷേ സ്റ്റെപ്സ് എഴുതണം കേട്ടോ. 2-3 ക്വസ്റ്റ്യൻ കൂടി ഈ പാർട്ടിൽ നിന്ന് ബാക്കി നിൽക്കുന്നുണ്ട്. നമ്മൾ എന്താ പറയുക, ബാക്കിയുള്ള ഈ ടൈമിൽ 2-3 ക്വസ്റ്റ്യൻ കൂടി ബാക്കിയുണ്ട്. നമുക്ക് നെക്സ്റ്റ് ഡേ ഡിസ്കസ് ചെയ്യാം. കാരണം ഇന്ന് 1 മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ ഒരൊറ്റ ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അത് നിങ്ങളുടെ ഹാഫ് ഇയർലി എക്സാമിന് കഴിഞ്ഞ ദിവസം ചോദിച്ച ക്വസ്റ്റ്യൻ. നിങ്ങളുടെ ഹാഫ് ഇയർലി എക്സാമിന് കഴിഞ്ഞ ദിവസം ചോദിച്ച ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യൻ ആണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അതോടെ ഞാൻ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യും. എഴുതിക്കോളൂ. The last question. Limit x tends to pi by 2. Limit x tends to pi by 2. Limit x tends to pi by 2. Cos x divided by pi by 2 minus x. Limit x tends to pi by 2 cos x divided by pi by 2 minus x. ഇതാണ് നിങ്ങളുടെ ഹാഫ് ഇയർലി എക്സാമിന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചോദിച്ച ക്വസ്റ്റ്യൻ. അപ്പം ഇതൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ എല്ലാവരും ഭയങ്കര ടെൻഷൻ അടിച്ച് ഉത്തരം കിട്ടില്ല എന്നൊക്കെ വിചാരിക്കും. കാരണം നമ്മൾ x tends to pi by 2, x ന് pi by 2 കൊടുത്താൽ ന്യൂമറേറ്ററിനെ cos pi by 2 0 കിട്ടും. cos 0 ആ. താഴെ x ന് pi by 2 കൊടുത്താൽ pi by 2 minus pi by 2 0 കിട്ടും. പ്രശ്നമായി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇത് ചെയ്യാനുള്ള ടെക്നിക്ക് പറഞ്ഞാൽ ശ്രദ്ധിച്ചോ. ഇവിടെ ഐ എം സോറി, ഹാഫ് ഇയർലി അല്ല, മോഡൽ എക്സാം എന്നാണ്. ഞാൻ ഹാഫ് ഇയർലി എന്ന് പറഞ്ഞില്ലേ, ഐ എം വെരി വെരി എക്സ്ട്രീംലി സോറി, മാറി പറഞ്ഞതാണ്. ഇത് cos x ന്യൂമറേറ്ററിൽ അടിയിൽ x അല്ല pi by 2 minus x ആണ്. So what I am going to do is ഈ ഡിനോമിനേറ്ററിലെ pi by 2 എന്താ പറഞ്ഞാൽ x ന്റെ സ്ഥാനത്ത് pi by 2 അവിടെ 1 plus x ഉം 2 plus x ഉം pi by 2 plus x ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് u ആണ് അസ്യൂം ചെയ്യണം. So I am taking pi by 2 minus x as u. അപ്പോൾ ഇവിടെ x കാണുമ്പോൾ എന്ത് കിട്ടും? നോക്ക്, മൈനസ് x നെ അങ്ങോട്ട് കൊണ്ടുപോകുക, അപ്പോൾ അത് പ്ലസ് x ആവും.
അപ്പോൾ ഈ പ്ലസ് യു ഇവിടെ കൊണ്ടുവരിക. അപ്പോൾ അത് പൈ ബൈ ടു മൈനസ് യു ആകും. അപ്പോൾ എക്സ് ഈക്വൽ ടു പൈ ബൈ ടു മൈനസ് യു എന്ന് കിട്ടും. എക്സ് ഈക്വൽ ടു പൈ ബൈ ടു മൈനസ് യു. Now see, x tends to pi by 2 ആകുമ്പോൾ എന്ത് സംഭവിക്കും? x tends to pi by 2. ഇവിടെ x tends to pi by 2 നമ്മൾ ഇതിനെ മൊത്തം u ആക്കി മാറ്റാൻ പോവാ. അപ്പോൾ x tends to pi by 2 u ആക്കുമ്പോൾ എന്ത് കിട്ടും? നോക്കിക്കോ. x tends to pi by 2 implies x ന് pi by 2 കൊടുത്താൽ pi by 2 minus pi by 2 equal to u എന്ന് പറഞ്ഞാൽ u tends to 0 എന്ന് കിട്ടും. നോക്കി x ന് pi by 2 ആകുമ്പോൾ pi by 2 minus pi by 2 0, 0 equal to u means u equal to 0, that means u tends to 0. And ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ this thing we can write as limit x tends to pi by 2. x tends to pi by 2 എന്ന് പറഞ്ഞാൽ u tends to 0 ആണ്. u tends to 0. ഇനി cos x ആ. എന്താ cos x ആ? cos x നോക്കൂ x equal to pi by 2 minus u. x ന് നമുക്ക് pi by 2 minus u എഴുതാം divided by pi by 2 minus x അത് u ആണ്. pi by 2 minus x u. ഓരോ സ്റ്റെപ്പും ശ്രദ്ധിക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. And this is equal to limit u tends to 0 cos pi by 2 minus u എന്താ? നമ്മൾ പഠിച്ചിട്ടുണ്ട് cos pi by 2 minus x. pi by 2 90 ആ. cos 90 minus x is sin x. cos 90 minus x is sin x. trigonometry പഠിച്ചതാണ്. cos pi by 2 minus x cos 90 minus x sin x ആ. അപ്പം cos pi by 2 minus u, cos 90 minus u ആരാ വരിക? sin u divided by u. നോക്ക് limit u tends to 0 sin u by u. നമ്മൾ പഠിച്ചു limit x tends to 0 sin x by x 1 ആണ്. So limit u tends to 0 sin u by 0 is 1. So the answer is 1. Answer 1. Answer 1 ആണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? യെസ്, നമ്മൾ ലിമിറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ട്രിഗണോമെട്രി ഉണ്ടാവും. ട്രിഗണോമെട്രിയിലൊക്കെ സെറ്റ് പറയുന്ന അതേ ക്വസ്റ്റ്യൻസ് വരുത്തി തരും. ലിമിറ്റ്സിൽ അങ്ങനെ സംഭവിക്കുക. ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്, ട്രിഗണോമെട്രി, ആരോ ബൈനോമിയൽ ചോദിച്ചു, ബൈനോമിയൽ, കോണിക് സെക്ഷൻ. നമുക്ക് ഈ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് എത്ര ചാപ്റ്റർ ചെയ്യാൻ പറ്റുമോ അത്രയും ചാപ്റ്റർ ഞാൻ ചെയ്യും. ലാസ്റ്റ് ആകുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻസ് ട്രൈ. ലാസ്റ്റ് ആകുമ്പോൾ എക്സാമുകൾ എടുക്കുമ്പോൾ ഈ ടൈമൊക്കെ കൂട്ടിയിട്ട് കുറച്ചും കൂടി കൂടുതൽ സമയം പറഞ്ഞു തരാൻ ശ്രമിക്കാം. അപ്പം ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുന്നു. നെക്സ്റ്റ് ഡേ I will come back with derivatives. Okay, so till then, goodbye, good night, bye bye.